പ്രതിഭേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇന്ന് പ്രതിഭേട്ടനായിട്ട് വന്നിക്കാണ്. ഞങ്ങളെ വീടിൻ്റെ അവിടെ എൻ്റെ സ്വന്തം വീടിൻ്റെ ഭാഗത്താണ് കണ്ണഞ്ചിറ പറഞ്ഞ ചെറിയൊരു പുഴ ഉണ്ട്. ബാക്കിൽ കാണാനില്ലേ ഈ ചെറിയൊരു പുഴയിൽ ജസ്റ്റ് ഒന്ന് വല വീശാൻ വേണ്ടി വന്നിക്കാണ്. അപ്പോൾ എന്താവും എന്നറിയില്ല. ഇപ്പോൾ വെയിലൊക്കെ ഉദിച്ച കാരണം നല്ല വെയിലുണ്ട്. അത് കാരണം മീനൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. ജസ്റ്റ് 2 ഏറ് എറിഞ്ഞ് നോക്കാം. ചെറിയൊരു വീഡിയോ കണ്ട ഇഷ്ടം. ആ ഓക്കെ. നമ്മളിങ്ങനെ വീശണ വഴി സ്ഥലം അവിടെ വീശക്കാരുണ്ട്. അവരുടെ അടുത്തേക്ക് അവർ വലിയ വീശക്കാരാണ്. നമ്മൾ ജസ്റ്റ് എങ്ങനെയും ഇന്ത്യയും കേരളമൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാണ്ട് വീശാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇമാതിരി വഴി കൂടെ ഒക്കെ കയറി വേണം പോവാൻ. ഇതാണ് പുഴ. പ്രതിഭേട്ടോ എങ്ങനെ ഉഷാറല്ലേ? നമുക്ക് വലിയ വലിയ ബ്രാലിനൊക്കെ പിടിക്കണം. അവിടെ വീശക്കാരുണ്ട്. ഒരു ടെൻ്റ് അടിച്ച പോലെ വീശക്കാരുണ്ട്. അവിടെ ആ ഭാഗത്താണ് നമ്മൾ വീശുന്നത്. അതെ കിട്ടണ്ടേ? ഇത് കുറെ കാലമായി ഈ സാധനമൊക്കെ തൊട്ടിട്ട്. അങ്ങനെ സുധീഷ് ഇറങ്ങിയിട്ട് വലയായിട്ട് വലിയ ബ്രാലിനെ പിടിച്ചു വരും. കൊമ്പനെ പിടിക്കും. കൊമ്പനെ പിടിക്കാനുള്ള പരിപാടിയാണ്. മറ്റാളെ ഇളകി വരുന്നുണ്ട്. പതുക്കെ വലിക്കേ. ആ വലമ വാലാത്താനും ഇല്ലേ? അയ്യോ വാലാത്തന്നെ തേങ്ങയില്ല. ഒന്നുമില്ല. അങ്ങനെ സുധീഷ് രണ്ടാമതും ഒരു അറ്റംപ്റ്റിന് ഇറങ്ങാണ്. ഇതില് സുധീഷ് പറയണത് ഇതില് നല്ല ബ്രാലും കരിപ്പിടിയും കരിമീനൊക്കെ കിട്ടുന്നതാണ്. അപ്പോ വല വീശുന്നത് ഒരു വലയിൽ നിന്ന് പോയ മറ്റേ വലയിൽ പെടണം എന്നുള്ള ആ തീരുമാനത്തിലാണ്. രണ്ട് വല ഒരുമിച്ച് വീശിയുണ്ട്. ഇനി നമുക്ക് മീൻ എങ്ങനെയാണ് വലയിൽ കിട്ടുന്നതെന്നുള്ളത് കാണാം. അങ്ങനെ വല അവർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നടന്ന് പിടിക്കാനുള്ള വഴിയത് നടന്നിട്ടേ അങ്ങോട്ട് പോയി വലിച്ചു. ഇങ്ങോട്ട് വലിക്കും, ഇങ്ങോട്ട് വലിച്ചോ, ഇങ്ങോട്ട് മെല്ലെ വലിക്കും. ഇങ്ങോട്ട് നടന്നോ, ഇങ്ങോട്ട് നടന്നു. കുറച്ചും പോട്ടെ, കുറച്ചും പോട്ടെ. പോയാ സുധീഷിന്റെ വല കാലിയാണ്. ഇനി നമ്മുടെ അടുത്ത ചേട്ടന്റെ വലയും കൂടി ഉണ്ട്. അതും empty.
രണ്ടാമതും വീശി മീനൊന്നും കിട്ടിയില്ല. കുറേ ചളിയുണ്ട്, ആ ചളിയും വേസ്റ്റൊക്കെ വെടുപ്പാക്കുകയാണ് അപ്പോൾ സുധീഷ്. ചളി മാത്രമാകുമോ വീഡിയോ? ചളി ഇന്ന് മഴല്ലേ, എല്ലാരും മഴ ഇല്ലാത്ത കാരണം തിരിച്ചു വരും, മഴ ഉള്ള കാരണം. അങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ വഞ്ചിയായിട്ട് വന്നിട്ടുണ്ട്. ഫൈബർ വഞ്ചിയാണ് അത്, പക്ഷേ പൊളിഞ്ഞ് ആകെ പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്താ ഉദ്ദേശം? എണ്ണക്കുരുവിന്റെ ഉദ്ദേശം വേറൊന്നുമില്ല, എണ്ണക്കുരുവിന്റെ ഉദ്ദേശമാണ്. അതെ, സീസണിലെ എണ്ണക്കുരുവാണ്. അങ്ങനെ ചേട്ടൻ നാളികേരം പറക്കാൻ വന്നതെന്നാണ് പറഞ്ഞത്. ആവശ്യമുള്ള കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാരല്ലല്ലോ. മാമനാട്ടാ സതു സതീഷ്. അങ്ങനെ സുധീഷ് വല കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും വല കുടഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സുധീഷ് അങ്ങനെ മൂന്നാമത്തെ വല വീശാനും കൂടി വല വീശാനും കൂടി പോവാണ്. ഇതിൽ വാലാത്താനെയും കരിമീനും എന്തായാലും പിടിക്കുന്നാണ് സുധീഷ് പറയണത്. വല വീശി വീശി സുധീഷ് വെള്ളത്തിലേക്ക് മറിയരുത് കേട്ടോ. അങ്ങനെ വല വീശിയുണ്ട്. ഇനി നമുക്ക് നോക്കാം മീൻ എത്ര കൊണ്ട് കിട്ടുന്നുണ്ടെന്ന്. ആ പടക്കണ്ടല്ലേ എന്തേലും വിളിച്ചു പറഞ്ഞു. നേരത്തെ ആ വാലാത്താൻ ഇല്ലല്ലേ, ഉണ്ടെങ്കിൽ ഇതിൽ വല ഇളകൂല്ലേ? ചെളി ഉണ്ടോ? നല്ല ചെളി, പണി കുറെ എടുക്കണ്ടേ തോന്നുന്നു. വീണ്ടും ശശിയായിരിക്കും, ഒന്നും നോക്കണ്ട. മൂന്നാമതും ഞങ്ങൾ വല വലിച്ചപ്പോൾ ഒരു പോട്ടുണ്ട് കേട്ടോ. ഒരു പോട്ടല്ലേ ഒരു തേങ്ങയില്ല. ചെമ്മീനെ കിട്ടിയിരുന്നല്ലേ? അത് നല്ല മീൻ കിട്ടിയാ? അന്ന് മീൻ കിട്ടി പറഞ്ഞു. 1500 മീൻ വിറ്റല്ലേ? പിന്നെ കള്ളു കുടിക്കാനുള്ള വേറെ ഓരോരുത്തർക്ക് കൊടുത്ത്. നമ്മുടെ ചേട്ടൻ അപ്പുറത്ത് തോടിൻ്റെ അപ്പുറത്ത് വല വീശാൻ പോയതാണ്. അത് വീശി അവിടെ ഒന്നും ഇല്ല എന്നാണ് പറയുന്ന ആള്. അപ്പം ആളും തിരിച്ചു വരികയാണ്. ഞങ്ങള് 7500 കൊണ്ട് വിറ്റ്. തമ്പലവാടിക്ക് കൊണ്ട് വിറ്റേ. ഞങ്ങള് ടീം വിട്ടിട്ടേ ഞങ്ങള് അതിന്റെ പിറ്റേന്ന് ഈ ഭാഗത്ത് കൂടെ നടക്കാൻ പറ്റില്ല. അറ്റംപ്റ്റിന് കൂടിയിട്ട് ഇറങ്ങാണ്. നാലാമത്തെ അറ്റംപ്റ്റിന് കൂടിയിട്ട് ഇറങ്ങാണ്. ഇതിലെന്തായാലും സുധീഷ് മീൻ പിടിച്ചേ അടങ്ങുമെന്നാണ് പറയുന്നത്. പോട്ട ക്ലിയർ ചെയ്ത പോലെല് ആകെ കൂടി 3 വീശലില് സുധീഷിന് കിട്ടിയ മീനാണിത്. പോട്ട. അതിനങ്ങനെ കിട്ടണമെങ്കിൽ അടി കൂടെ എടുക്കണ്ടേ? അതെടുക്കാം, പോയി എടുക്കുന്ന പോട്ട. അത് ചത്തത് അവിടെ കൊണ്ടുപോയിട്ടോ, എന്തേലും വർക്കത്തായിട്ട് കിടക്കട്ടെ. ഇതാണ് സുധീഷിന് കിട്ടിയ മീൻ, പോട്ടക്കുട്ടി. അങ്ങനെ സുധീഷ് 4ാമത്തെ അറ്റംപ്റ്റിനാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതിലെന്തായാലും സുധീഷ് മീൻ പിടിക്കുന്നതാണ് പറയുന്നത്.
സുധീഷിന് മീൻ കിട്ടിയില്ലെങ്കിൽ സുധീഷ് തോട്ടിലേക്ക് വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വല വീശിയുണ്ട്, വല എറിഞ്ഞുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ മറ്റേ ചേട്ടൻ വല കുരുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മീനും ഒരു ചേട്ടൻ നാളികേരമായിട്ടും വരുന്നുണ്ട്. ദൂരെ നിന്ന് ഒരു ചേട്ടൻ നാളികേരം 2 കൈകളിലും 2 കൈക്കൊമ്പിളിലും നിറയെ നാളികേരവും പെറുക്കി വരുന്ന വരവാണ്. അങ്ങനെ വല വലിച്ച് കയറ്റാണ്. ഒന്നുമില്ല, വെറും ചളി മാത്രമാണ്. ഒന്നുമില്ല അല്ലേ. അങ്ങനെ 4ാമത് അയ്യോ ഒരെണ്ണം തൊട്ടാണ്ട് ഒരെണ്ണം തൊട്ടുണ്ട് അല്ലേ ഇല്ലേ? ആ ഉണ്ട്. അതും തൊട്ടെന്നറിയോ? ഏട്ടക്കുട്ടി. അത്രക്കില്ല അത്. അങ്ങനെ പിടിച്ച മീൻ ഏട്ട. ഒരു മീൻ കിട്ടി. കുറെ നേരം മെനക്കെട്ടിട്ട് ഏട്ടക്കൂരി കിട്ടിയിട്ടുണ്ട്. ഏട്ടക്കൂരി. ഇതാണ് സുധീഷ് പിടിച്ച മീൻ. ആ ഈ ഏട്ടക്കൂരി ഇക്കണ്ട നേരം നിന്നിട്ട് കിട്ടിയ മീനാണത്. എവിടെ ബക്കറ്റ്? നോട്ട വെച്ചവിടെ പോട്ട. ഇതിന് പോട്ടക്കുട്ടികൾ, പോട്ടക്കുട്ടികൾ മാറി. ഇതൊക്കെ കുരുത്തി വെച്ച് കിട്ടിയ മീനാണ്. ഇത് ഈ ചേട്ടൻ വല വീശി കിട്ടാണ്ട് ലാസ്റ്റ് കുരുത്തി വെച്ചത് പോയിട്ട് കുടഞ്ഞിട്ടാണ്. അങ്ങനെ സുധീഷിന്റെ വലയിൽ വീണ്ടും ഇതന്നെ ചേറ്. വഞ്ചിയിൽ പോയിട്ട് മീൻ പിടിക്കാന്നാണ് പറയണത്. മീൻ പിടിക്കാനല്ല, വെറുതെ വഞ്ചി കയറാളെ കോത്തിയോണ്ട് കയറിയത്. വീണ് കണ്ടാ വീണ വീഡിയോന്ന് അറിയാം. മീനെന്തായാലും കിട്ടിയിട്ടില്ല. അപ്പൊ വഞ്ചി ഇത് അങ്ങോട്ട് വരില്ല. ഞാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി നടന്ന് കയറണ ദൈവമേ. ഇതില് ഞാൻ കയറി കഴിഞ്ഞാൽ അങ്ങനെ സുധീഷിന്റെ മാമൻ വഞ്ചിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല നാളികേരം മാത്രം എടുക്കണുള്ളതുകൊണ്ട് അല്ല, അതായത് ഫ്രഷ് ഇങ്ങനെ കളർ മാറാത്ത നാളികേരം മാത്രം എടുക്കണുള്ളത് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇന്ന് നീന്താനുള്ള എല്ലാ വക ലക്ഷണവും കാണാണ്ട് ഇന്ന് ഞാൻ അടുത്ത് കായലിൽ നീന്തലാണ്. അങ്ങനെ സുധീഷ് അങ്ങനെ വഞ്ചിയില് പോയിട്ട് കണ്ടുപിടിക്കാൻ പൊന്തക്കാടുകളും മറ്റേ എന്താ പറയില്ലേ മറ്റേ കണ്ണൂരൊക്കെ ഉള്ളത് എന്തിടുന്ന കണ്ടൽക്കാടിലൊക്കെ പോയിട്ട് മീനിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് പോവാന്ന് അതെ. ഇവിടെ പുറമെ കിടക്കണ്ട എണ്ണക്കുരു ഇതിലാന്നോ ഉണ്ടത് അല്ലേ? ആ അയില. ഇത് തിരിക്കാനപ്പോ എത്ര സ്ഥലമൊക്കെ കറങ്ങിയത്? ഇതെന്താ ടൈറ്റാനിക്കാ?
അല്ല ഇതെന്താ ടൈറ്റാനിക്കാ? ആ ഷേപ്പിനെ അവിടെ കൊണ്ട് നിർത്തിട്ടേ അതിനപ്പുറത്ത് കുറേ കിടക്കുന്നുണ്ട്. ഒരു 10 പേര് വണ്ണുണ്ട്. അല്ല ചേട്ടന് കൊപ്പറ കച്ചവടം ഉണ്ടോ? ആ ശരി. എണ്ണക്കുരുന്റെ ബിസിനസ്സുകാരാണ്. ഓൾ ഇന്ത്യ എണ്ണക്കുരു ബിസിനസ്. അങ്ങനെ ഈ ചേട്ടന് അങ്ങനെ എണ്ണക്കുരുവിന്റെ ബിസിനസ്സാന്നാണ് പറയണത്. ഇവിടെ ഈ നാട്ടിലൊരു ശൈലി എന്നാ പറഞ്ഞത്, എണ്ണക്കുരു. അങ്ങനെ സാഹസികമായി ഞങ്ങളിവിടെ തിരിച്ചറിഞ്ഞു. ഞാൻ വല വീശിട്ട് ഒന്നും കിട്ടാണ്ടായപ്പോ നമ്മളെ ചേട്ടൻ വല വാങ്ങി വീശൽ തുടങ്ങിയിട്ടുണ്ട്. 2 മീനെ പിടിച്ചരാടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഏറ്റവും ഫസ്റ്റ് കിട്ടിയാലും അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളൊക്കെ വിടും. ഞങ്ങൾ ഈ തോട്ടിലേക്ക് ഇടും. അപ്പൊ തന്നെ പൊടിച്ചിട്ട് നോക്കട്ടെ. ബ്രാലാണെന്ന് പറഞ്ഞിട്ട് എറിഞ്ഞുള്ളത്. വേറ്റും പറയാ ബ്രാലാണ്. വീശൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മള് വിരിക്കണ പോലെ കേരള അല്ല. ഇല്ല അല്ലേ? ആ മീൻ പഠിക്കുന്ന അറിയാം. എവിടെ പഠിക്കുന്ന അറിയാം. ദിവസത്തിൽ തന്നെ മീൻ ഒരു ചെറിയ കഞ്ഞാളത്തിന് അറിയല്ലോ. എന്ത് മീൻ പിടിച്ചിട്ടില്ല. കുളം പിടിച്ചിട്ട് എന്താ കാര്യം? മീന് വിലല്ല, കടൂന് മാത്രം വില ഉണ്ട്. കടൂന് മാത്രം വില. എന്താ അവസ്ഥ എന്ന് കണ്ടറിയാലേ. ഇതിലും നമ്മൾ ശശിയായോ? കുടിക്കണ മീനൊന്നും അടുത്തേക്ക് വലയിലേക്ക് കാണാല്ലേ. അതാ വിഷമം. ആ ഒരു ഏട്ടക്കുരി കാണാണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒന്നും ഉണ്ട് എന്നുള്ള സന്തോഷത്തിൽ നിൽക്കാം. ഇപ്പൊ 2ാമത്തെ ഏട്ടക്കുരിയാണ് നമുക്ക് കിട്ടണം. മഞ്ഞേട്ട അല്ലേ? മഞ്ഞേട്ട കാരേട്ടാന്ന് പറയും. അത് കുത്തി കഴിഞ്ഞാൽ എളുപ്പമല്ലാട്ടാ. അതേവട്ടെ സാഹസികം കാണിക്കണ്ട. 5ാമത്തെ അറ്റംപ്റ്റിനാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതിൽ മീൻ പിടിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ അത് വല ശരിയായില്ലെന്ന് തോന്നുന്നു. എന്തോ ചാടി അവിടെ. വല നന്നായി വരുന്നില്ലെങ്കിൽ അതിലും മീൻ ഉണ്ടാകുന്നതാണ് പ്രവചനം. പിടക്കണ്ട. ഓ ചതിച്ചു. അങ്ങനെ 5 അറ്റംപ്റ്റും ഞങ്ങളുടെ ഫെയിലായി. അങ്ങനെ ക്യാമറാമാൻ സുധീഷിനൊപ്പം പ്രദീപ് മറ്റം നമ്പഴക്കാട്. അങ്ങനെ ഞങ്ങള് ഇവരോട് വിട പറഞ്ഞിട്ട് പോവുകയാണ് ലാസ്റ്റ് അല്ലേ ചേട്ടാ? ഇവർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയ മീൻ ഞങ്ങൾക്ക് തന്നു ലാസ്റ്റ്. ഇതാ ആ ചേട്ടന് കിട്ടിയ മീനാണതൊക്കെ. അതിൽ ഒരെണ്ണം കണ്ട് നമുക്ക് കിട്ടിയല്ലേ? ഒരെണ്ണല്ലേ നമുക്ക് കിട്ടി. ഒരു കോരിയാണ് നമ്മളാ വലയിൽ കുടുങ്ങി. ബാക്കിയൊക്കെ ആ ചേട്ടന് കിട്ടിയാണ്. അതൊക്കെ നമുക്ക് തന്നവർ. നിങ്ങൾ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവാണ്. ഞങ്ങളെ വല ഒക്കെ ബാഗിലാക്കി പോവാ. പ്രതിവിടാ പോവാ. അപ്പോൾ ശരി എല്ലാവരോടും
അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വേറെ രക്ഷയില്ല, അവിടുന്ന് ഒന്നും മീൻ കിട്ടില്ല. ആസ്ഥാന മീൻപിടുത്തക്കാരനായ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് മീൻ ചോദിച്ചു. അതാ ഡ്രമ്മിൽ നിന്ന് അച്ഛൻ 2 എടുത്തരാന്ന്. എനിക്ക് ഭ്രാന്താണെന്നുണ്ടോ. അച്ഛൻ ഭയങ്കര സംഭവകാരൻ, എപ്പോഴും മീൻ ഉണ്ടാവും. കുറച്ച് മതി അച്ഛാ. അത് പാടത്തേക്ക് കളയണ്ട, ഞാൻ അപ്പുറത്തേക്ക് ചാടിയ പാടാണ്. ഇതാ പോണു. അച്ഛൻ്റെ പിന്നെ ഏത് സമയത്തും മീൻ ഉണ്ടാവണ കാരണം നമുക്കൊരു മീൻ കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ പിടിച്ചില്ലെങ്കിലും അച്ഛൻ്റെ അടുത്ത് പിടിക്കാം. അച്ഛ 2 മീൻ കൊണ്ടാ തന്നെ അച്ഛൻ തരും. കാരണം കിണ്ണം കാച്ച ബ്രാലുകളെ അച്ഛൻ പിടിച്ചു. ഒരെണ്ണം കൂടി കൊണ്ടാ ബ്രാല തന്നെ വേണമെന്നില്ല, കരിപ്പിടിയിലും കുഴപ്പമില്ല. എടുക്കാം നോക്കാം. അപ്പോൾ കരിപ്പിടിയുടെ സെക്ഷൻ വേറെ എത്ര, ഇത് ബ്രാലിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതിൽ നിന്ന് 3 കണ്ണൻകുട്ടീനെ എടുത്തിട്ടുണ്ട്. 3 കണ്ണൻകുട്ടി അത് മതി. നമ്മൾ കൊണ്ടുവന്ന ബക്കറ്റിലെ മീൻ അച്ഛന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മീൻ ഇങ്ങോട്ട് വാങ്ങി. ബ്രാലും കരിപ്പിടിയൊക്കെ അച്ഛന് നിന്ന് വാങ്ങിയിട്ട് അത് നേരെ പ്രതിഭേട്ടന് കൊടുത്തു. അപ്പോൾ പ്രതിഭേട്ടൻ അതിൽ ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. ബൈ ബൈ.